ഹലോ ഹായ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻട്രിയുടെ SSC RRB യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. SSC RRB യൂട്യൂബ് ചാനലിലൂടെ ഇന്ന് നമ്മൾ ഈ വീഡിയോയുമായിട്ട് നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് കേരളത്തിലെ യങ്സ്റ്റേഴ്സ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടെൻസ്ഡ് ആയിട്ട് പോകുന്ന ഒരു വിഷയം സോർട്ട് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതേ മറ്റൊന്നുമല്ല, OBC NCL അഥവാ OBC നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് എങ്ങനെ അപ്ലോഡ് ചെയ്യണം എന്നുള്ള നിരന്തരമായിട്ടുള്ള ഫ്രീക്വന്റ്ലി ഒരുപാട് ആളുകൾ എൻട്രിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. RRB NTPC എന്ന് പറയുന്ന എക്സാം ഇപ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ലൈവിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഒരുപാട് യങ്സ്റ്റേഴ്സ് ആണ്, ചെറുപ്പക്കാരാണ് എൻട്രിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇത് എങ്ങനെ അപ്ലോഡ് ചെയ്യണം, എങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള നിരന്തരമായിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മളോട് അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. സോ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. വൺസ് അഗൈൻ ഐ എം സെയിങ് ദാറ്റ് RRB NTPC അപ്ലൈ ചെയ്യുന്ന OBC വിഭാഗത്തിൽപ്പെടുന്ന കമ്മ്യൂണിറ്റിയിൽ വരുന്ന നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റുമായി ഡൗട്ട്സ് ഉള്ള ഉദ്യോഗാർത്ഥികളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോയാണ്. 5 മിനിറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ വേണ്ട പ്രധാനപ്പെട്ട എല്ലാ സംശയങ്ങളും റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വീഡിയോ ത്രൂ ഔട്ട് നിങ്ങൾ കാണാനായിട്ട് ശ്രദ്ധിക്കുക. OBC NCL അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്യേണ്ടതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് ഡൗട്ട്സ് ഉള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനലിലൂടെ കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ആദ്യമായിട്ടൊന്ന് പ്രൊമോട്ട് ചെയ്യുന്നതിന് ഭാഗമായി ലൈക്ക് ബട്ടൺ ഒക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, RRB NTPC പോലെയുള്ള പ്രധാനപ്പെട്ട പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ മുഖവരെയൊന്നും ഇല്ലാതെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നുണ്ട്. RRB NTPC ഓക്കെ, നമുക്കറിയാം റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പരീക്ഷ. സ്റ്റേഷൻ മാസ്റ്റർ മുതൽ ട്രെയിൻ ക്ലർക്ക് വരെ വരുന്ന ലെവൽ 2, ലെവൽ 3, ലെവൽ 5, ലെവൽ 6 എന്ന് പറയുന്ന 4 കാറ്റഗറിയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ്. ഓക്കെ, ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നു. 2 കാറ്റഗറിയിലേക്കാണ് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങിയിട്ടുള്ളത്. 5/2024 എന്ന് പറയുന്ന ഗ്രാജുവേറ്റ്സിന് വേണ്ടിയും അണ്ടർ ഗ്രാജുവേറ്റ്സിന് വേണ്ടിയും. ഓക്കെ, October 13th നമ്മളുടെ ഗ്രാജുവേറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഫൈനൽ ഡേറ്റ് എന്ന് പറയുന്നത്. October 20th അണ്ടർ ഗ്രാജുവേറ്റ്സിനും അപ്ലൈ ചെയ്യേണ്ട സമയമാണ്. അപ്പൊ ഈ ഒരു ലൈവ് നോട്ടിഫിക്കേഷൻ ഇങ്ങനെ പോയി പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത് NCL എന്ന് പറയുന്നത് OBC വിഭാഗത്തിൽ വരുന്ന ബാക്ക്വേർഡ് ക്ലാസ്സസിൽ വരുന്ന NCL നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ സംശയമാണ്. എനിക്ക് ഈ സംശയം കേൾക്കുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു ബിസ്ക്കറ്റ് ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള സ്വപ്നവുമായി 1993 കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള തിയേറ്ററുകളിലൂടെ പറന്നെത്തിയ ഒരു ചെറുപ്പക്കാരനുണ്ട്. സേതുമാധവൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഓക്കെ, കഥ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, OBC സർട്ടിഫിക്കറ്റ് നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് തലപുകഞ്ഞിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ മുൻപിൽ എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത് പ്രിയദർശൻ സംവിധാനം ചെയ്ത് ശ്രീനിവാസൻ തിരക്കഥ എഴുതിയിട്ടുള്ള 1993 പുറത്തിറങ്ങിയ മിഥുനം എന്ന് പറയുന്ന സിനിമയിലെ സേതുമാധവൻ എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ്. ഒരുപാട് സർട്ടിഫിക്കറ്റ്സുമായി ഒരുപാട് ഓഫീസുകൾ കയറി ഇറങ്ങിയ സേതുമാധവന്റെ കഥ വളരെ സുപരിചിതമാണ്. ഞാൻ പിന്നെയും പറയുന്നില്ല. അപ്പൊ ഇതുപോലെ ഒരു സംഭവമായിട്ടാണ് നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് എനിക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ നിങ്ങൾ ഇതിനെക്കുറിച്ച് വളരെ രീതിയിൽ ബോധേഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, എൻട്രി നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. പരീക്ഷ പഠിച്ച് പാസ്സായി ജോലി കിട്ടേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് നേടുക എന്ന് പറയുമ്പോൾ. വളരെ ലളിതമായിട്ടുള്ള പ്രോസസ്സാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അതിനൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകളുടെ ഈ ഒരു സമയത്ത് നമ്മൾ വളരെയധികം റിലാക്സ് ചെയ്തിരുന്ന നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ വിരൽത്തുമ്പിൽ മൊബൈൽ ഫോണും നെറ്റ്വർക്കും സാധനങ്ങളും ഒക്കെ ഉള്ള സമയത്ത് നമ്മൾക്ക് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സംഭവമേ ഉള്ളൂ ഈ പറയുന്ന NCL. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ NCL വേണ്ട പ്രധാനപ്പെട്ട ഒരു 1-2 ഡൗട്ട്സ് ആദ്യം എപ്പോഴും ചോദിക്കുന്നത്, എപ്പോഴും ഈ NCL നമ്മളുടെ റെയിൽവേ പ്രിഫർ ചെയ്തിരിക്കുന്ന അപ്പുറത്ത് കൊടുത്തിരിക്കുന്ന ഫോർമാറ്റിൽ തന്നെ അപ്ലൈ ചെയ്യണം മതിയോ, അപ്ലോഡ് ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ തഹസിൽദാർ മുഖേന ലഭിക്കുന്ന NCL മതിയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യം. ഇതിനെക്കുറിച്ച് ആദ്യം തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ കൂട്ടുകാർ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. NCL OBC നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ഷാൽ നോട്ട് ബി അപ്ലോഡഡ് ഫോർ ദി എക്സാമിനേഷൻ. ഒരിക്കലും എക്സാമിനേഷൻ അപ്ലിക്കേഷന്റെ സമയത്ത് നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് അവർ പറയുന്നില്ല. അതിന് വേണ്ടത് ഒരു നമ്പർ മാത്രമാണ്. ഓക്കെ, ഡേറ്റഡ് ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് OBC സർട്ടിഫിക്കറ്റിൽ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒരു 1 ഇയറിനുള്ളിൽ നിങ്ങൾ എടുത്തു വെച്ചിട്ടുള്ള നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ അത് തന്നെ അപ്ലോഡ് ചെയ്യുക. ഒരു
പേടിക്കേണ്ട കാര്യമില്ല. 1 ഇയർ പ്രൊവൈഡഡ് കണ്ടീഷൻ, 1 ഇയറിനുള്ളിൽ നിങ്ങളുടെ കൈവശമുള്ള ഒരു NCL സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾ അത് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, ഡെഫിനറ്റ്ലി NTPC എന്ന് പറയുന്ന ഒരു ടൈം കൺസ്യൂമിംഗ് പ്രോസസ് ആണ്. വിത്തിൻ 1 ഇയർ ആണ് പ്രിലിമിനറി കഴിഞ്ഞ് മെയിൻസ് കഴിഞ്ഞ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒക്കെ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ സമയമാകുമ്പോൾ ഡെഫിനറ്റ്ലി യു നീഡ് ടു ഹാവ് എ ന്യൂ OBC നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ്. ആ സമയത്ത് എന്തായാലും നമുക്കത് റിന്യൂ ചെയ്യണം. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് യു നീഡ് ടു പ്രൊഡ്യൂസ് എ ന്യൂ വൺ. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇത് പ്രൊഡ്യൂസ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ലെറ്റ് മീ മേക്ക് ഇറ്റ് വെരി വെരി സിമ്പിൾ. ഓക്കെ, OBC NCL എന്ന് പറയുന്നത് രണ്ട് വിഭാഗത്തിലാണ് OBC എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. മെയിൻലി ഒന്ന് നോൺ ക്രിമിലിയർ എന്ന് പറയുന്ന വിഭാഗവും മറ്റൊന്ന് ക്രീമിലിയർ എന്ന് പറയുന്ന ഒരു വിഭാഗം. ഓക്കെ, ടു ബി വെരി പ്രിസൈസ്, 8 ലക്ഷത്തിന് വാർഷിക വരുമാനം കൂടുതലുള്ള വിഭാഗമാണ് ക്രീമിലിയർ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നത്. അതർ ബാക്ക്വേർഡ് ക്ലാസ്സിൽ തന്നെ 8 ലക്ഷത്തിൽ വരുമാനം കൂടുതലുള്ള വാർഷിക വരുമാനം കൂടുതലുള്ള വിഭാഗമാണ് ക്രിമിലിയർ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നത്. അവർ ആക്ച്വലി പോകുന്നത് UR കാറ്റഗറിയിലാണ് മത്സരിക്കുന്നത്. ഇനി അൺറിസർവ്ഡ് അല്ലാതെ OBC നോൺ ക്രിമിലിയറിൽ വരുന്ന ഈ വിഭാഗം എന്ന് പറയുന്നത് 8 ലക്ഷത്തിന് താഴെ വരുന്ന വാർഷിക വരുമാനം വരുന്ന വിഭാഗമാണ്. അവർക്ക് OBC നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യേണ്ടത് സെൻട്രൽ ഗവൺമെന്റിലേക്ക് നടക്കുന്ന എക്സാമിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇതുവരെ കയ്യിലില്ലാത്ത OBC NCL കയ്യിലില്ലാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ ദയവ് ചെയ്ത് മനസ്സിലാക്കുക, നിങ്ങൾ അടുത്തുള്ള അക്ഷയയിൽ പോവുക. ഈ സമയത്ത് നിങ്ങൾ ഇനിയിപ്പോൾ നിങ്ങളായിട്ട് പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അടുത്തുള്ള അക്ഷയയിൽ പോവുക. അടുത്തുള്ള അക്ഷയയിൽ ചെന്നിട്ട് പറയുക, എനിക്ക് ഇങ്ങനെ റെയിൽവേ എക്സാമിന് വേണ്ടി സെൻട്രൽ ഗവൺമെന്റിലേക്ക് ഒരു നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് വേണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ അക്ഷയയിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും കൈവച്ചിരിക്കേണ്ട ചില ഡോക്യുമെന്റ്സ് ഉണ്ട്. ഓക്കെ, അത് ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ആധാർ കൊണ്ടുപോവുക. അതുപോലെ തന്നെ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ SLC അഥവാ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റും കൈവശം വെച്ച് കൊണ്ടുപോവുക. SLC സർട്ടിഫിക്കറ്റ് മതി, പക്ഷെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്നില്ല. പക്ഷെ ഇൻ കേസ് നിങ്ങളുടെ അച്ഛനെയോ അമ്മയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരിന്റെ മാറ്റത്തിൽ എന്തെങ്കിലും ഇനീഷ്യലോ എന്തെങ്കിലും ഒരു മിസ്മാച്ച് അവിടെ സംഭവിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ചസ് ഉണ്ടോ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരു നിങ്ങളുടെ ഒരു ഓൾട്ടർനേറ്റ് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ബർത്ത് സർട്ടിഫിക്കറ്റ് കൂടെ കൈവയ്ക്കുക. ഓക്കെ, അപ്പൊ ഈ 3 പ്രധാനപ്പെട്ട ഡീറ്റെയിൽസുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അക്ഷയയിൽ ചെല്ലുക. ഇതാണ് നിങ്ങളുടെ ബേസിക് ആയിട്ട് വേണ്ട മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുള്ള ആധാർ. 2, നിങ്ങളുടെ SLC സർട്ടിഫിക്കറ്റ്. 3, ഓപ്ഷനിലായിട്ട് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ കൈവശം വെച്ചേക്കാം. ഇനി നിങ്ങളുടെ മാതാവിന്റെയോ പിതാവിന്റെയോ ചില കാര്യങ്ങൾ വേണം. ഓക്കെ, അവരുൾപ്പെടുന്ന നമ്മുടെ റേഷൻ കാർഡ് കൈവയ്ക്കണം. ഓക്കെ, നമ്മുടെ റേഷൻ കാർഡ് കൈവയ്ക്കണം. അതുപോലെ തന്നെ പാരന്റ്സിന്റെ സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ്, അവർ 10th വരെ, ഇപ്പൊ 10th സർട്ടിഫിക്കറ്റ് തന്നെ മതിയാവും. ഓക്കെ, അവരുടെ പേരും കാര്യങ്ങളും കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നേറ്റിവിറ്റി ഒന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമൊക്കെ ആയിട്ടാണ് ഇപ്പൊ ഈ ഒരു പാരന്റ് സ്കൂൾ സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അവർ SLC വരെ പഠിച്ചിട്ടുള്ള, ഇപ്പൊ എന്തായാലും ഗ്രാജുവേറ്റ്സ് ഇല്ലാത്ത ആളുകളാണ് ഉള്ളതെങ്കിൽ ഓക്കെ, അപ്പൊ അവരെന്താണ് മിനിമം 10th സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകും. ഇനി 10 വരെ പഠിക്കാത്ത മാതാപിതാക്കളുള്ള ആളുകളാണ് ഉള്ളതെങ്കിൽ ഓക്കെ, അവർ ഏതുവരെയാണോ സ്കൂളിൽ പോയിരിക്കുന്നത് ആ സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് അവരുടെ കൈവശം ഉണ്ടാവും. ആ സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകുക. ഓക്കെ, അപ്പൊ റേഷൻ കാർഡ്, പാരന്റ്സിന്റെ സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ്. ഓക്കെ, അതുപോലെ തന്നെ ഇനി പാരന്റ്സ് ഗവൺമെന്റ് എംപ്ലോയീസ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ് എങ്കിൽ നിങ്ങളുടെ മാതാവിന്റെയും പിതാവിന്റെയും ലാസ്റ്റ് മാസത്തെ സാലറി സ്ലിപ്പ് എന്ത് ചെയ്യുക, അവിടുത്തെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ മുഖേന സൈൻ ചെയ്തിട്ടുള്ള സാലറി സ്ലിപ്പിന്റെ കോപ്പി അറ്റാച്ച് ചെയ്യണം. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം വേണം. ഇനി ചില സ്ഥലങ്ങളിൽ ഇൻകം സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ ടാക്സ് അടച്ച റെസീറ്റും ചോദിക്കുന്നുണ്ട്. കാരണം അത് അവിടുത്തെ നേറ്റിവിറ്റി ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമാണ്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ നേറ്റീവ് എന്തായാലും ടാക്സ് അടച്ച റെസീറ്റ് ഒക്കെ നമ്മുടെ കൈവശം ഉണ്ടാവും, അതും കൂടെ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, അത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം മതി. ആധാർ, നമ്മുടെ SLC സർട്ടിഫിക്കറ്റ്, ഓപ്ഷണലായിട്ട് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, നമ്മുടെ വീട്ടിലുള്ള റേഷൻ കാർഡ്, പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ്. അച്ഛനും അമ്മയും ഗവൺമെന്റ് എംപ്ലോയീസ് ആണ് എങ്കിൽ അവരുടെ വരുമാനം നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ ലാസ്റ്റ് മാസത്തെ സാലറി സ്ലിപ്പ്. ഓക്കെ, ഈ പറയുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് അക്ഷയയിൽ ചെല്ലുക. ഓക്കെ, ഇൻകം സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ടെങ്കിൽ, ഇൻകം സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യുക. അത് അല്ല, ഇനിയിപ്പോൾ നേറ്റിവിറ്റി ഒക്കെ ചോദിക്കുന്നുണ്ട്, ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ട് മതി. ഓക്കെ, ഒരു 3 to 4 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ NCL കൈ കിട്ടും. ഓക്കെ, അപ്പൊ ആദ്യം പോകുന്നത് നിങ്ങളുടെ വില്ലേജ് കറസ്പോണ്ടിങ് വില്ലേജിലേക്കായിരിക്കും. അവരത് വെരിഫൈ ചെയ്യും. അതിനുശേഷം അത് താലൂക്കിലേക്ക്, തഹസിൽദാറിന്റെ കൈവശത്തേക്ക് പോകും. തഹസിൽദാറാണ് ഇഷ്യൂയിങ് അതോറിറ്റി. ഓക്കെ, അഗൈൻ ഹിയർ കമ്മിങ് ടു ദ ബാക്ക്. നോക്കി, നമ്മൾ എന്തിലേക്ക് തിരിച്ചു വരുന്നു? ഈ പറയുന്ന OBC RRB NTPCയുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന OBC NCL സർട്ടിഫിക്കറ്റിന്റെ ഈ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ തന്നെ വേണം. ഓക്കെ, അഗൈൻ ഐ എം മേക്കിംഗ് ഇറ്റ് വെരി ക്ലിയർ. ഇപ്പോൾ തൽക്കാലം നിങ്ങളുടെ കൈവശമുള്ള OBC NCL സർട്ടിഫിക്കറ്റ് ഉണ്ടോ എങ്കിൽ RPFന് വേണ്ടിയോ അല്ലെങ്കിൽ SSC CGL വേണ്ടിയോ അല്ലെങ്കിൽ CHSL വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ UPSCക്ക് വേണ്ടിയോ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള അടുത്ത ഒരു 1 ഇയറിനുള്ളിലുള്ള ഒരു NCL സർട്ടിഫിക്കറ്റ്, വാലിഡ് ആയിട്ടുള്ള NCL സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശമുണ്ടോ? അത് വെച്ച് നിങ്ങൾ അപ്ലൈ
ചെയ്യുക, അതിന്റെ സർട്ടിഫിക്കറ്റ് നമ്പർ വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഈ ഒരു ഫോമാറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ആക്ച്വലി നമ്മുടെ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് പ്രകാരം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ തീരുമാന പ്രകാരം നമ്മൾ തഹസിൽദാർ എന്ന് പറയുന്ന ഇഷ്യൂയിങ് അതോറിറ്റി നൽകുന്ന NCL സർട്ടിഫിക്കറ്റ് ഈസ് വാലിഡ് ത്രൂ ഔട്ട് ഇന്ത്യ. ഓക്കെ, അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് പോകുന്ന സമയത്ത്, മറ്റ് അതർ സോൺസിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഒരു ഡിസ്പ്യൂട്ട് വരികയാണെങ്കിലോ എന്ന് കരുതിയാണ് RRB എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇത്രയും ഇനിയിപ്പോൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്ന ആളുകളാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ വില്ലേജിലേക്ക് അക്ഷയയിൽ പോകുന്ന സമയത്ത് അക്ഷയയിൽ അവരോട് പറയുക, ഞങ്ങൾ റെയിൽവേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവരൊരു ഫോർമാറ്റ് തന്നിട്ടുണ്ട് ചേച്ചി അല്ലെങ്കിൽ ചേട്ടാ, അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു ഫോർമാറ്റിൽ കൂടെ വേണമെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അവരെന്ത് ചെയ്യും, അത് വില്ലേജിലേക്ക് പ്രൊസീഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ വില്ലേജിലേക്ക് പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ആധാറിന്റെയും റേഷൻ കാർഡിന്റെയും അതുപോലെ തന്നെ നമ്മൾ ടെൻത്ത് സർട്ടിഫിക്കറ്റിന്റെയും മറ്റുള്ള സാധനത്തിന്റെയും അറ്റാച്ച്ഡ് കോപ്പിയുടെ ഒരു പ്രിന്റ് ഔട്ട് എടുക്കുക. എന്നിട്ട് വില്ലേജ് ഓഫീസറിൽ ചെന്നിട്ട് പറയാം, ഇപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി ഈ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ വേണം. ഓക്കെ, അതിന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു ഫോമാറ്റ് ഒന്ന് പ്രിന്റ് ഔട്ട് എടുക്കുക, എന്നിട്ട് അതും കൈവശം വെക്കുക. ഓക്കെ, അവരെ ചെന്ന് വില്ലേജ് ഓഫീസറെ ചെന്ന് കാണിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഓൾറെഡി ഓൺലൈനിൽ ഇങ്ങനെ ഒരു പോർട്ടലിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അപ്പൊ അതിനോടൊപ്പം തന്നെ ഈ ഒരു ഫോമാറ്റിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ വെരിഫിക്കേഷന് വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞ് അവരെ ചെന്ന് കാണുക. ഓക്കെ, എന്നിട്ട് അവരെ വെച്ച് എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്ത് അവരെ താലൂക്ക് ഓഫീസിലേക്ക് അതൊന്ന് പ്രൊസീഡ് ചെയ്യാനായിട്ട് പറയുക. ഓക്കെ, അത് കഴിഞ്ഞ് ഒരു 2 to 3 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ആയി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മെസ്സേജ് വരും. ആ സമയത്ത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് എടുക്കാൻ സാധിക്കും. ആ സമയത്ത് തന്നെ നിങ്ങൾ താലൂക്ക് ഓഫീസിൽ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങൾ നേരിട്ട് ചെന്ന് ഹാജരാവുന്ന സമയത്ത് ഇത് കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൾറെഡി ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ എനിക്ക് ഈ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റിലും കൂടി ലഭിക്കണം എന്നുള്ള റിട്ടേൺ റിക്വസ്റ്റ് വില്ലേജ് ഓഫീസിലും അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന താലൂക്ക് ഓഫീസിലും കൊടുത്തു കഴിഞ്ഞാൽ അവർ ഷുവർ ആയിട്ട് നമുക്കത് ഇഷ്യൂ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, ഇനി ഇതില്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഈ പറയുന്ന Tier 1ഉം Tier 2ഉം കഴിഞ്ഞ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആവുന്ന സമയത്ത് ഡെഫിനറ്റ്ലി 1 ഇയറിന് അടുത്താവും. അപ്പോൾ അതായിട്ട് ആ സമയത്ത് നമുക്ക് പുതിയതായിട്ടൊരു നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് എന്തായാലും അപ്ലോഡ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് നമുക്ക് ഈ പറയുന്ന പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റിൽ കിട്ടിയാലും മതി. ഓക്കെ, അതുകൊണ്ട് ഇപ്പോഴത്തെ നിലവിലെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് പഴയതാണല്ലോ എന്ന് കരുതി ഇനി പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് പേടിക്കേണ്ട കാര്യമില്ല. 1 ഇയറിനുള്ളിൽ നിങ്ങൾ എടുത്തിട്ടുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശമുണ്ടോ, ഡെഫിനറ്റ്ലി അത് മതി, കൂടുതലൊന്നും പേടിക്കാനില്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, പുതിയതായിട്ട് അപ്ലൈ ചെയ്യുന്ന ആളുകൾ വെരിഫിക്കേഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന വില്ലേജ് ഓഫീസിൽ ചെന്ന് ഇങ്ങനെ ഒരു ഫോമാറ്റിലും കൂടി റിട്ടേൺ റിക്വസ്റ്റ്, എനിക്ക് ഈ ഒരു ഫോമാറ്റിലും കൂടെ വേണം എന്ന് പറഞ്ഞ് റിട്ടേൺ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ താലൂക്കിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഫോമാറ്റിൽ കൂടെ കിട്ടുന്നതാണ്. ഓൾറെഡി നമുക്ക് ഈ പറയുന്ന ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഫോമാറ്റിലാണ് നമുക്ക് ലഭിക്കുക. അതിനൊപ്പം തന്നെ നമ്മൾ റിട്ടേൺ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലൂടെയും കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, എന്തായാലും 1 ഇയർ കഴിഞ്ഞാൽ പിന്നെയും പുതുക്കണം. ഓക്കെ, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പോകുന്ന സമയത്ത് എന്തായാലും 1 ഇയർ ആവും. അപ്പോൾ ആ സമയത്ത് ഒരിക്കൽ കൂടി പുതുക്കി ഈ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റിൽ അപ്പോഴും ആവും. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് നിങ്ങൾ പറയുന്നത്. എപ്പോഴും ഇപ്പൊ ഈ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റ് ഇപ്പൊ നിലവിൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ ആ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് ഇപ്പൊ ഓൾറെഡി അപ്ലൈ ചെയ്ത ആളുകളുണ്ടെങ്കിൽ അപ്പൊ അതിനെക്കുറിച്ച് ബോധേഡ് ആവേണ്ട, നിങ്ങൾ ആ സമയത്ത് വാങ്ങിയാലും മതി. ഓക്കെ, എന്തായാലും 1 ഇയർ എന്തായാലും ഡെഫിനറ്റ്ലി ഷുവർ ആയിട്ട് നിങ്ങൾക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷന് സമയം എടുക്കും. അപ്പൊ ആ സമയത്ത് വാങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഈ OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ബാലികേറാമല്ല, നിങ്ങളുടെ മനസ്സിൽ നിന്ന് വിട്ടേക്കുക. നമ്മളുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. OBC NCL ഉള്ളത് കൊണ്ട് ഒരിക്കലും ജോലി കിട്ടുമെന്ന് ഉറപ്പ് ആരും വാഗ്ദാനം ചെയ്യുന്നില്ല. നിങ്ങളിപ്പോൾ ഇതിനെക്കുറിച്ച് വലിയ രീതിയിൽ ബോധേഡ് ആവുന്നത്, ആ ഒരു ടെൻഷൻ നിങ്ങൾ എവിടെ കൊടുക്കുക, സ്ട്രെസ് എവിടെ കൊടുക്കുക, നിങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങളിൽ കൊടുക്കുക. അതിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ദ ജോബ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് NCLനെ കുറിച്ച് ഒരു ഡൗട്ടും ഇനി വേണ്ട. ഈ പറയുന്ന ആധാറും നമ്മളുടെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, അച്ഛനും അമ്മേന്റെയും ഈ പറയുന്ന ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിൽ അവരുടെ സാലറി സ്ലിപ്പ്, ലാസ്റ്റ് മാസം സാലറി സ്ലിപ്പ്, പിന്നെ അതുപോലെ തന്നെ അവരുടെ സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ, അതല്ല ഇനിയിപ്പോൾ ടാക്സ് അടച്ച റെസീറ്റ് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ. ഓക്കെ, ഇത്രയും കാര്യങ്ങളുമായിട്ട് നിങ്ങൾ അടുത്തുള്ള അക്ഷയയിൽ ചെന്ന് ഉറപ്പായിട്ട് ഒരു കാര്യം പറയണം, സെൻട്രൽ ഗവൺമെന്റിലേക്ക് നടത്തുന്നതാണ് അല്ലാതെ സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് ഉള്ളതല്ല എന്ന് ഉറപ്പായിട്ടും പറയണം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ 3 to 4 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ കൈവശം OBC NCL സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഓക്കെ, ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സർട്ടിഫിക്കറ്റിന്റെ നമ്പർ ഉണ്ട്, ആ ഡേറ്റ് ഉണ്ട്, ഇഷ്യൂയിങ് അതോറിറ്റിയുടെ സ്ഥലത്ത് തഹസിൽദാർ ആണെങ്കിൽ തഹസിൽദാർ എന്ന് പറയും, ഏതാണ് താലൂക്ക് എന്ന് ചോദിക്കുമ്പോൾ താലൂക്ക് അടിച്ചു കൊടുക്കാം. ഓക്കെ, ഇത്ര മാത്രം മതി. OBC NCL സർട്ടിഫിക്കറ്റ്, ലെറ്റ് മേക്ക് ഇറ്റ് വെരി 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 ക്ലിയർ, OBC NCL സർട്ടിഫിക്കറ്റ് നീഡ് നൗ ടു ബി അപ്ലോഡഡ് ഓൺ ദി RRB സൈറ്റ്. ഓക്കെ, ഒരിക്കലും അവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പറയുന്നില്ല. തീർച്ചയായിട്ടും മനസ്സിലാക്കുക, ആ നമ്പർ മാത്രം മതി, ഡെഫിനറ്റ്ലി ഫോളോ ചെയ്യുക. ഓക്കെ, ഇതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് പേടിക്കേണ്ട കാര്യമില്ല. ഇനി നമ്മുടെ കോഴ്സിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പഠിക്കേണ്ട ഈ പറയുന്ന NCL കാര്യങ്ങളൊക്കെ കടന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്
ആ സർട്ടിഫിക്കറ്റും കൈവച്ചിട്ട് ഇരിക്കുക മാത്രമല്ല, നമ്മൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യണം. എൻട്രിയുടെ ഭാഗത്ത് RRB NTPC 2024 വേണ്ടി സമഗ്രമായിട്ടൊരു കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു നോട്ടിഫിക്കേഷന് വേണ്ടി പ്രധാനപ്പെട്ട ആ ട്രാക്കിലേക്ക് നമ്മൾ വരുന്നതിന് വേണ്ടി ഒരു വലിയ രീതിയിൽ നല്ലൊരു ടീം തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പറയുന്ന RRB NTPC സൂപ്പർ 30 പോലുള്ള ഗോൾഡ് ബാച്ചുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിലേക്ക് വേണ്ട നമുക്ക് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ലഭിക്കുന്നതിന് വേണ്ടി താഴെ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ എൻട്രി ആപ്പിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഈ പറയുന്ന എൻറ്റയർ പ്രോസസ്സ്, ഈ പറയുന്ന എൻറ്റയർ സിലബസ് നമ്മൾ ഫുൾ ആയിട്ട് കവർ ചെയ്ത് നമുക്ക് നിങ്ങൾക്ക് ജോലി ഉറപ്പുവരുന്ന രീതിയിലുള്ള സമഗ്രമായിട്ടുള്ള ഒരു കോഴ്സാണ് എൻട്രി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ അത്തരം കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക, അല്ലാതെ നമ്മൾ ഈ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ ടെൻസ്ഡ് ആയിട്ട് പോകേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ലെറ്റ് മീ മേക്ക് ഇറ്റ് വെരി വെരി ക്ലിയർ. ഒരിക്കൽ കൂടി പറയുന്നു, NCL സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട, ഈ പറയുന്ന പുതിയതായിട്ട് അപ്ലൈ ചെയ്യേണ്ട ആളുകളാണെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങൾ പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റിൽ വാങ്ങുകയാണെങ്കിൽ ഉത്തമമായി. അതല്ലാത്ത ഓൾറെഡി ഉള്ള ആളുകൾ, RPF-നോ മറ്റ് ഏതെങ്കിലും എക്സാംസിനോ വാങ്ങിയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അത് തന്നെ തൽക്കാലം മതി. ഡോക്യുമെന്റ് വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് നമ്മൾ പുതിയ ആ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റിൽ കൂടി വാങ്ങിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇതിനെക്കുറിച്ച് ഇനി ഡൗട്ട്സ് വേണ്ട, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വഴിയെ പോയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോവുക, നല്ല രീതിയിൽ പഠിക്കുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവ് മനസ്സിൽ എപ്പോഴും വെക്കുക. എൻട്രി കൂടെ ഉണ്ട്. കേരളത്തിലെ യങ്സ്റ്റേഴ്സിന് എൻട്രിയുടെ ഒരു ഉറപ്പ് നൽകുകയാണ്. ഈ പറയുന്ന ജോബ് നേടിയെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ സ്വപ്നമാണെങ്കിൽ നല്ല രീതിയിൽ ഒരു സമഗ്രമായിട്ടുള്ള ഒരു കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മേക്ക് യൂസ് ഓഫ് ഇറ്റ്, ബി എ പാർട്ട് ഓഫ് ഇറ്റ്. നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക, നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള ചവിട്ടുപടിയായി എൻട്രി അല്ലെങ്കിൽ കൈപിടിച്ചുയർത്താൻ എൻട്രി കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളോടൊപ്പം ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് ലഭിക്കുന്നതിന് വേണ്ടി ആ നമ്പറിൽ ഒന്നുകൂടെ ബന്ധപ്പെടുക. ഓക്കെ, RRB NTPC-യുമായിട്ട് OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് ഡൗട്ട്സ് ഉള്ള കൂട്ടുകാർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിർദ്ദേശങ്ങളും നിങ്ങളുടെ എന്ത് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വി ആർ ഓൾവേസ് ദെയർ ടു ഹിയർ ഫ്രം യു. അപ്പോൾ നിങ്ങളുടെ കമന്റ് ബോക്സ് നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആണ്, ഓൾവേസ് ഓപ്പൺ ആണ്. ഓക്കെ, അപ്പോൾ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. അത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.